ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പോകുമ്പോൾ അകലാപ്പുഴയാണ് അളിയൻ്റെ കൂടെ. നമ്മളോട് കൺമണിയും വന്നിട്ടുണ്ട്, അളിയനും വരുന്നുണ്ട്. ഞാൻ ആദ്യം ചെരുപ്പിടട്ടെ ഗൈസ്. ആദ്യം നമുക്ക് വർക്ക്ഷോപ്പ് വരെ ആദ്യം പോകണം. വണ്ടി ഒന്ന് കാണിക്കണം. വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് കുറച്ച് പ്രശ്നമുണ്ട്. നമുക്ക് ഇനി ശരിയാക്കണം. ഇവിടെ പൊക്കത്തിന് വലുതായിട്ടൊന്നും കൺമണി ഒരു ടാറ്റോട്. അപ്പൊ ഗൈസ്, നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. നമ്മളത് വാങ്ങാനായിട്ട് പോവുകയാണ്. ചേച്ചി, എൻഡോർക്കിൻ്റെ MC കിറ്റ് ഉണ്ടോ? ഇല്ല, അവിടെ ഇല്ലെന്ന്. അപ്പോൾ പ്ലാനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, വേറൊന്നുമല്ല. MC കിറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ പണി എടുക്കണില്ലെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി നേരെ പോകാൻ പോണത് അകലാപ്പുഴയിലേക്കാണ്. അപ്പോൾ ഇനി അകലാപ്പുഴ എത്തി കാണാം. അപ്പോൾ നമ്മൾ അകലാപ്പുഴ എത്തിയിരിക്കുകയാണ്. ഇതാണ് അകലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം. ബോട്ടൊക്കെ ഉണ്ടല്ലേ ഒരുപാട്. നമ്മൾ ഇത് എന്താ ബോട്ടല്ലേ? സിസ്റ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ല, അത് കെട്ടിയിട്ടിരിക്കുകയല്ലേ, അതൊന്നും പോവില്ല. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ഓണറില്ലേ, ഓണർ ഇവിടെ നമുക്ക് കളിക്കാനായിട്ട് പാട്ടിട്ട്, കൊച്ചി കളിക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് കയറി നോക്കി നോക്കാം. ഫ്രണ്ടിൽ ഇതാണ്. അയ്യോ, ഒടുക്കത്ത ആംബിയൻസ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ബോട്ട് മൂവ് ചെയ്യുമ്പം ഇവിടെ നിന്നൊക്കെ കാണാനൊക്കെ അടിപൊളിയായിരിക്കും. ഈ ബാക്കിയുള്ള സ്ഥലം അങ്ങോട്ടൊക്കെ അവിടെയൊക്കെ കാണാനും നല്ല രസമായിരിക്കും. ഞാൻ ഇതുവരെ മൂവ് ചെയ്യണ ബോട്ടിൽ പണ്ടൊരിക്കൽ തേക്കടിയിൽ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ടൂർ പോയ സമയത്ത് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ആ ഒരു കുഞ്ഞു പ്രായത്തിലുള്ള ഒരു ഓർമ്മയുള്ളൂ, അല്ലാതെ ഓർമ്മയൊന്നുമില്ല. പക്ഷേ അതും നല്ല ഒരു ഇതായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. നമ്മൾ അപ്പുറത്തൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു അറിയാം. അപ്പം നമ്മൾ അങ്ങോട്ട് പോയാണ്. ഇതിപ്പോൾ വർക്കിംഗ് അല്ലേ? ഉപയോഗിക്കാത്തോണ്ടായിരുന്നു. പിടൽ വെള്ളം കയറി. ഇവിടെ നിന്ന് ചവിട്ടി കായലിലോട്ട് ഇറങ്ങാൻ തോന്നണല്ലേ? എത്ര ഒരു മണിക്കൂർ? എത്ര ഒരു മണിക്കൂർ? ഇതാ ഇപ്പം പോയില്ലേ ചെറുത് 25 പേര്. നമ്മൾ ആളെണ്ണ അനുസരിച്ച് ബോട്ടിന്റെ 25 പേരാണ്. അത് 1500. അത് ഏകദേശം ഒരു 60 ആളോളം. 45 എല്ലാം സുഖമായിട്ട്. പിന്നെ 25 അത് അവിടെ നിന്ന് ഇറങ്ങി വേറെ 1-2 ഹോട്ട്സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിനാ പറഞ്ഞത് 2500. ഇതിൽ ഒരു ഗ്രൂപ്പായിട്ട് പറഞ്ഞ ആൾക്കാർക്ക് പെർ പേഴ്സൺ അല്ല 30. അപ്പം അവർ പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ചെറിയ ഹോട്ട്സ്പോട്ട് ഏകദേശം മാക്സിമം ഒരു 30 പേർക്ക് കൊള്ളുമെന്നാണ് പറഞ്ഞത്. 30 പേർക്ക് ഒരു മണിക്കൂറത്തേക്ക് 2500 എന്നാണ് പറഞ്ഞത്. അതിലാണെങ്കിൽ മണിക്കൂറില്ല, പാക്കേജ് കണക്കിനാണ് 5000 രൂപ. 2 റൂമും പിന്നെ ഒരു വലിയ ഫങ്ഷൻ ഹാള് വിത്ത് കിച്ചൺ ഉപയോഗിച്ചിട്ട് വലിയ കാര്യമില്ല.
അത് അവർ തന്നെ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ നമുക്ക് ഫുഡ് കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞത്. ബാക്കി കാഴ്ചകളിലോട്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കാം. ശരിക്കും 1 മണിക്കൂർ 2500 കൊള്ളാല്ലേ? 50 പേരൊക്കെ ഉണ്ടെങ്കിൽ 25 ഒരാൾക്ക് 50 രൂപ. 50 ആളെ കിട്ടണം. അത് ഭയങ്കര ലാഭമാണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നടന്നോണ്ടിരിക്കുക ഗൈസ്. ഓ, ഇവിടെ ഒരുപാടുണ്ടായിരുന്നല്ലേ ഇത്. ഇപ്പൊ എല്ലാം കയറ്റി ഇട്ടിരിക്കുന്നു. ശരിക്കും ഈ ബോട്ടെ ഇപ്പോഴേ റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഓടിക്കാൻ കിട്ടൂലായിരുന്നോ? ഓ, നമുക്ക് പോവാം. ആ, ഇനി അടുത്ത് ചർക്കിലോട്ട് വിടരുത്. നീ കയറണതൊക്കെ കൊള്ളാം. ഇറങ്ങിക്കോ. അയ്യോ, ഒന്നും കണ്ടുപിടല്ലോ. ഒന്നുകൂടെ കയറണം. കയറിട്ടോ, ഓട്. ആരെ വകയെന്ന് പറഞ്ഞ? ടാറ്റ പറ അവർക്ക്. ടാറ്റ പറ. ആള് നന്നായിട്ട് കുറവല്ലേ? ചിലപ്പോ സ്കൂളുള്ളതുകൊണ്ടായിരിക്കും. സ്കൂളുള്ളതുകൊണ്ട് ആൾക്കാർ നല്ല കുറവായിരുന്നു. ശനി ഞായർ ആണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നല്ല ആൾക്കാർ കുറവാണ്. റോഡ് സൈഡ് എത്തിയപ്പം ഈ കടികൾ കണ്ടപ്പോഴേ അളിയന് ചായ കുടിക്കാനായിട്ട് ഒരു പൂതി തോന്നി. അങ്ങനെ ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് കയറി. 3 ചായ. ഓ, തിന്നാൻ വാങ്ങാം. നേരെ കയറി ഇരുന്ന് കഴിഞ്ഞ് ഇതോ? ഓ, ഇവിടെ ഫിഷ് ടാങ്കിൽ മീനുണ്ടായിരുന്നല്ലേ? ഇത് ഞാൻ ഇതുവരെ കണ്ടില്ല. ഇത് ഇന്ന് എഴുതി കിട്ടാണോ എന്തോ? അതോ ഇനി കുറച്ച് ദിവസം ആയോന്തോ ഇത് എഴുതിയിട്ടിട്ട്. ചായ എത്തിരിക്കുന്നു ഗൈസ്. ചായ കുടിക്കാം. എന്തെങ്കിലും മതി. പഴംപൊരി. കൊള്ളാം. ഇവിടെ കോഴിക്കോട് ഭാഗത്ത് എപ്പോഴും ശ്രദ്ധിച്ച കാര്യം, ഇവിടെ പൊടിച്ചായ കിട്ടുള്ളൂ, സാധാരണ ചായ കിട്ടില്ല. പൊടിച്ചായ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഇതിൽ മറ്റേ ചായപ്പൊടി ഇല്ലേ, ഡയറക്റ്റ് ഇതിൽ ഇട്ട് തരും. അല്ലാതെ ഇങ്ങനെ അരിക്കാതെ ഇട്ട് തരും. നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇവിടത്തുകാർക്ക് ഇതാ നല്ലത്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം അവിടെ തന്നെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഇപ്പോൾ അടുത്തോട്ട് വന്നതേ ഉള്ളൂ. 15% ചാർജ് ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി അടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോകാൻ പഠിക്കാൻ കയറിയ സമയത്ത് ഈ ബോട്ട് എടുത്ത സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. അളിയൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അളിയൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ സമയത്ത് ചായ കുടിക്കാൻ കയറിയത്. അതുകൊണ്ടാണ് കയറില്ല എന്ന് പറഞ്ഞത്. പോവാം, നമുക്ക് പോവാം. കൺമണി പോവാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പറയണത് പോലെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു വ്ളോഗ് എടുത്തത്. എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പം ബൈ.